ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവുമായിട്ട് ദൈവമക്കളെ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ലഭിക്കപ്പെട്ട ഈ വലിയേറിയ അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠരായിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിങ്കല് വന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി 1 ശമൂവേൽ 4-ാം അധ്യായം അതിന്റെ 19 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 Samuel chapter 4 verses 19 onwards. Praise the Lord. 1 ശമൂവേൽ 4-ാം അധ്യായം അതിന്റെ 19 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എന്നാൽ അവന്റെ മരുമകൾ ഫിനഹാസിന്റെ ഭാര്യ പ്രസവം അടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോയതും അമ്മായിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവ വേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ട് പോകുകയും അമ്മായിയപ്പനും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഇഖാബോത്ത് എന്ന് പേരിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ട് പോകൊണ്ട് മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. പ്രൈസ്. വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗമാണ് വായിക്കുവാൻ ഇട വന്നത്. ഇസ്രയേലിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം പോയി എന്ന് പറഞ്ഞു വിലപിക്കുന്ന പ്രൈസലോ ആ സഹോദരിയുടെ വാക്കുകളാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രയേലിയ ജനം ഫെലിസ്ത്യരോട് യുദ്ധത്തിന് വേണ്ടി പോകുവാൻ വേണ്ടി തയ്യാറാകുകയാണ്. നമ്മൾ ആ 4-ാം അധ്യായം അതിന്റെ 1 മുതൽ നമ്മൾ അത് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. ഇസ്രയേൽ ജനം യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് യബനേസറിനരികെ അവര് പാളയം ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ ഫെലിസ്ത്യർ അഫേക്കില് പാളയം ഇറങ്ങുന്നു. അഫേക്ക് എന്ന് പറയുന്നത് ഫെലിസ്ത്യ സിറ്റിക്ക് ഏറ്റവും ബൗണ്ടറിയാണ്. ഇസ്രയേലിന്റെ ഒരു ബൗണ്ടറി ആയിട്ട് നമുക്ക് എബനേസറിനെ കാണുവാൻ കഴിയും. ഇത് രണ്ടും കൂടെ തമ്മിൽ ഏകദേശം 3 മൈലിന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ 2 വശത്തും രണ്ട് സൈന്യങ്ങള്, 2 രാജ്യങ്ങള് യുദ്ധത്തിന് വേണ്ടി തയ്യാറായി അങ്ങനെ അണിനിരക്കുന്നത് നമുക്ക് പ്രാരംഭവാക്യങ്ങളിൽ കാണുവാൻ കഴിയും. എന്നാല് അവിടെ സംഭവിച്ച ഒരു കാര്യം, ഈ യുദ്ധത്തില് ഇസ്രയേൽ പരാജയപ്പെട്ട് തോറ്റോടുന്ന ഒരു ഭാഗമാണ് 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഏകദേശം 4000 പേരെ പോർക്കളത്തിൽ വെച്ച് തന്നെ ഫെലിസ്ത്യര് സംഹരിക്കുവാൻ ഇട വന്നു. ദൈവമക്കളെ ശ്രദ്ധിച്ചേ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രയേൽ ജനം ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകുന്നതാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം ജനം, ഇസ്രയേലി ജനം ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകുവാൻ ഇട വന്നത്? അതിനുള്ള കാരണങ്ങള് നമ്മള് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രീസലോ, തിരുവചനം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്ത ഒരു ന്യായപ്രമാണമുണ്ട്. പ്രീസലോ, ആ ന്യായപ്രമാണം അവരനുസരിച്ച് നടക്കുവാൻ ദൈവം അവരോട് ശക്തമായിട്ട് നിഷ്കർഷിക്കുന്നത് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. പ്രീസലോ, എന്നാൽ ഈ ജനം എന്തു ചെയ്തു? ആ ന്യായപ്രമാണത്തെ വിട്ടുകളഞ്ഞു. പ്രീസലോ, ദൈവത്തെ തന്നെ അവര് തള്ളിക്കളഞ്ഞിട്ട് അന്യ ദൈവങ്ങളെ, അന്യ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു തലത്തിലേക്ക് അവരുടെ ജീവിതം മാറിപ്പോകുവാൻ ഇട വന്നു. പ്രീസലോ, ഈ കാരണത്താല് ദൈവത്തിന്റെ കോപം ഇസ്രയേലിന്റെ നേരെ കടന്നു വരികയാണ്. അവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരാ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് തിരുവചനത്തിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ, ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും
യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം എന്ന് അവിടെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കണമെന്ന് അവരോട് പറയുന്നത്? ഒന്ന്, ജീവിച്ചിരിക്കുവാൻ. രണ്ട്, വർദ്ധിക്കുവാൻ. ആമേൻ. മൂന്ന്, നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത ദേശം നിങ്ങൾ കൈവശമാക്കി തീർക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, ആമേൻ, ദൈവം തന്റെ ജനത്തിന് ആമേൻ തന്റെ അനുഗ്രഹങ്ങളെ കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ വളരെ വ്യക്തമായി ദൈവം പറയുന്നുണ്ട്, ആമേ, പ്രമാണത്തിനകത്ത് നിന്നാൽ, കൽപ്പനയ്ക്കകത്തു നിന്നാൽ ആമേ നിശ്ചയമായിട്ടും നിങ്ങൾ ജീവിക്കുകയും വർദ്ധിക്കുകയും ദൈവിക വാഗ്ദത്തങ്ങളെ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാനും കഴിയും. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് ദൈവമക്കളെ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുന്നെങ്കില് ആമേൻ ദൈവത്തിന്റെ കരത്തിന്റെ വിടുതലുകള് നമ്മുടെ ജീവിതത്തിലും ഇന്ന് രാത്രികാലം കാണുവാൻ കഴിയുമെന്ന് തിരുവചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് ശേഷം യോശുവയെ ദൈവം വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഇസ്രായേൽ ജനത്തെ ആമേൻ വാഗ്ദത്ത ദേശത്ത് കൊണ്ട് എത്തിച്ച് അവിടെ ആമേൻ അവർക്കുള്ള വാഗ്ദത്തങ്ങളെ വിഭാഗിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള ദൗത്യം ആമേൻ യോശുവയെ ദൈവം ഏൽപ്പിക്കുകയാണ്. അങ്ങനെ യോശുവയെ ആ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിനകത്ത്, എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, നമ്മൾ ഏത് ദേശത്തിന് നടുവിലേക്ക് പോയാലും, ഏത് രാജ്യത്ത് നമ്മളായിരുന്നാലും, നമ്മൾ കടന്നു ചെല്ലുന്നിടത്തൊക്കെയും ആമേ ശുഭമായിട്ടിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരം നമ്മളോട് കൂടെ ഇരിക്കേണ്ടതിന് മോശയിലൂടെ ലഭിച്ച ദൈവത്തിന്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവമക്കളെ വളരെ വ്യക്തമായിട്ട് വചനത്തിന് നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, വചനത്തിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ആമേൻ ഇന്ന് രാത്രികാലം ക്രമീകരിക്കുവാൻ നമ്മൾക്ക് തയ്യാറാകുന്നുവെങ്കില് നമ്മൾ ഏത് ദേശത്തിന് നടുവിൽ പോയി പാർത്താലും അവിടെ ശുഭമായിട്ട് ആമേൻ ഇരിക്കുവാൻ നമുക്ക് കഴിയും. ദൈവത്തിന്റെ കരം അവിടെ നമുക്ക് അനുകൂലമായിട്ട് നിലനിൽക്കും എന്നുള്ളത് തിരുവചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ആമേൻ ദൈവിക കൽപ്പന അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നമുക്ക് പ്രാരംഭ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. എന്തുകൊണ്ട് അവര് പരാജയപ്പെട്ടു പോയി? പ്രൈസ് ദി ലോർഡ്. അതിന് ഒന്നാമത്തെ ഒരു ഉത്തരമാണ്, ദൈവത്തിന്റെ കൽപ്പനയെ അവര് വ്യതിചലിക്കുവാൻ ഇടവന്നു. ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് അവര് മാറിപ്പോകുവാൻ ഇടവന്നു. അത് നിമിത്തമായിട്ട് അവരുടെ ജീവിതത്തിനകത്ത് ഒരു പരാജയമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവ കൽപ്പന അനുസരിച്ചാൽ നമുക്കുള്ള വിടുതൽ എന്താ? ആമേൻ ജീവൻ നമ്മളിൽ വ്യാപരിക്കും, വർധനവുണ്ടാകും, ദൈവിക വാഗ്ദത്തങ്ങളെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാപിക്കാൻ ഇടവരും. ഏത് ദേശത്തും ഏത് സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ ശുഭമായിട്ടിരിക്കുവാൻ നമുക്ക് കഴിയും. ശുഭമായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ആമേൻ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ തന്നെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ ആമേൻ ജീവിക്കുവാൻ ഒരു ദൈവ പൈതലിന് കഴിയും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി ശ്രദ്ധിച്ച് 1 ശമൂവേൽ 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത്, പടജനം പാളയത്തിൽ വന്നാറേ ഇസ്രായേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത്? നാം ശീലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആമേൻ ഇസ്രായേലിലെ മൂപ്പന്മാരൊക്കെ ഒരുമിച്ച് കൂടി ചിന്തിക്കുക, എന്തുകൊണ്ടാണ് നമുക്ക് പരാജയം സംഭവിച്ചത്? ഇനി ഈ പരാജയത്തെ എങ്ങനെ നമുക്ക് വിജയമാക്കി തീർക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവര് മനസ്സിലാക്കിയ ഒരു കാര്യം,
യഹോവയുടെ നിയമപ്പെട്ടകം അത് എവിടെ ഇരിക്കുകയാണ്? ശിലോവിൽ ഇരിക്കുകയാണ്. പ്രൈസലോ. ദൈവത്തിന്റെ ആലയത്തിനകത്തിരിക്കുകയാണ്. തിരുവചനം പഠിക്കുമ്പോൾ അത് അതിവിശുദ്ധ സ്ഥലത്ത് തിരശ്ശീലയ്ക്ക് പിന്നില് പ്രൈസലോട് ഈ നിയമപ്പെട്ടകം വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. ആണ്ടിൽ ഒരിക്കലും മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ട് അലലൂയ ഈ നിയമപ്പെട്ടകത്തിന്മേൽ അലലൂയ ഒരു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അർപ്പിക്കുന്ന യാഗമൃഗത്തിന്റെ രക്തം തളിക്കുന്നതിനെ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തിന്റെ കൽപ്പന അവരനുസരിച്ച നിയമപ്പെട്ടകം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സിംഹാസനം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരിടമായി തീരും എന്നുള്ളതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. പ്രൈസലോ. അങ്ങനെ ഒരു വ്യവസ്ഥ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ നിയമപ്പെട്ടകം എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഈ നിയമപ്പെട്ടകം അതിവിശുദ്ധ സ്ഥലത്ത് തിരശ്ശീലയ്ക്ക് പിന്നിലാണ് വെച്ചിരിക്കുന്നത്. പ്രൈസലോ. ഇവിടെ ഇസ്രായേലിലെ മൂപ്പന്മാര് ചിന്തിക്കുന്നത് എന്താണ്? ഈ നിയമപ്പെട്ടകം നമുക്ക് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ എന്ത് സംഭവിക്കും? ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു വിജയം ഉണ്ടാകും. പ്രൈസലോ. ശ്രദ്ധിക്കുക ദൈവമക്കളെ, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുവാൻ ഇട വന്നത്? ഇതിനു മുമ്പ് മോശയും യോശുവയും ഈ നിയമപ്പെട്ടകത്തെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിനകത്ത് വിജയങ്ങളെ കണ്ടത് അവർക്ക് വ്യക്തമായിട്ട് പരിചയമുള്ള ഒരു വസ്തുതയായിരുന്നു. നമ്പേഴ്സ് ഹല്ലേലൂയ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ 10-ാമത്തെ അധ്യായം അതിന്റെ 33-36 വരെയുള്ള വേദഭാഗങ്ങൾ. പ്രൈസലോ. സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായം അതിന്റെ 33 തൊട്ട് 36 വരെയുള്ള വേദഭാഗങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത്, അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപ്പെട്ടകം അവർക്ക് വിശ്രമ സ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പോട്ട് പോയി. പാളയം പുറപ്പെട്ടപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ യഹോവയെ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ യഹോവേ, അനേകായിരമായി ഇസ്രായേലിന്റെ അടുക്കൽ മടങ്ങി വരണമേ എന്ന് പറയും. അപ്പോ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ ഈ പെട്ടകത്തെ മുൻനിർത്തി അവർ പുറപ്പെടുന്നതായിട്ടും യുദ്ധമില്ലാത്ത സമയത്ത് ആ ദൈവസാന്നിധ്യം അവരുടെ പാളയത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള പ്രാർത്ഥനയും മോശ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി യോശുവയുടെ പുസ്തകത്തിലേക്ക് വന്നാലും നമുക്ക് അവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. 3-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങളിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ. അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചതെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. അപ്പോൾ എന്താണ് അവിടെ കൽപ്പന? നിയമപ്പെട്ടകം പുറപ്പെടുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും അതിന്റെ പിന്നാലെ പുറപ്പെട്ട് ചെല്ലണം എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ ഇവിടെ കാണുവാൻ കഴിയുന്നു. അപ്പൊ നോക്കുക, മോശയും യോശുവയും ഈ നിയമപ്പെട്ടകത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവം അരുളി ചെയ്തത് പ്രകാരം അവൻ ഓരോ ദിവസവും അവരുടെ മുമ്പോട്ടുള്ള ഗമനത്തില് ഈ നിയമപ്പെട്ടകത്തിന് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന നിയമപ്പെട്ടകത്തിന് വളരെയധികം അവര് പ്രാധാന്യത കൊടുത്തതായിട്ടും അവരുടെ നടുവിൽ അത് വിജയത്തെ കൊണ്ടുവന്നതായിട്ടും ഒക്കെ നമുക്ക് വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൈസലോ, ഇവിടെ ദൈവം അവരോട് അരുളി ചെയ്തോ നിയമപ്പെട്ടകം പാളയത്തിലേക്ക് കൊണ്ടുവരുവാൻ? പ്രൈസലോ, ദൈവം അവരോട് അരുളി ചെയ്തില്ല. ഇസ്രായേലിന്റെ മൂപ്പന്മാർ ഒരുമിച്ച് കൂടി ഒരു ഡിസ്കഷൻ ചെയ്തു, നമുക്ക് വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശീലോവിൽ ചെന്ന് നിയമപ്പെട്ടകത്തെ നമ്മുടെ പാളയത്തിനകത്ത് കൊണ്ടുവരണം. പ്രൈസലോ, ദൈവത്തിന്റെ വചനത്തിന് ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, അവർ ആ നിയമപ്പെട്ടകം എന്തിനു വേണ്ടി കൊണ്ടുവന്നു? ഹല്ലേലൂയ. അവരുടെ വിജയത്തിനു വേണ്ടി അവര് കൊണ്ടുവന്നു. പ്രൈസലോ. എന്നാൽ വിജയത്തിനു വേണ്ടി നിയമപ്പെട്ടകം അവര് കൊണ്ടുവരുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആലോചന അവർ ചോദിച്ചില്ല,
ആമേൻ, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി അവർ കാത്തിരുന്നില്ല. അവരുടെ ബുദ്ധിക്കകത്ത് ഉരുത്തിരിഞ്ഞ ഒരു ചിന്തയുമായിട്ട് അവര് നിയമപ്പെട്ടകം ഷീലോവിൽ നിന്ന് എടുത്ത് ഹല്ലേലൂയ പാളയത്തിനകത്തേക്ക് കൊണ്ടുവരികയാ. ഇന്ന് രാത്രികാലം വചനം കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു വിജയം വേണമെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിങ്കിൽ ഇറങ്ങണം. ഹല്ലേലൂയ. എന്നാൽ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിങ്കിൽ ഇറങ്ങുവാൻ ഹല്ലേലൂയ നമ്മുടെ മാനുഷികമായ ചിന്തകൾ കൊണ്ടോ ആലോചനകൾ കൊണ്ടോ സാധ്യമല്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യം ഈ മീറ്റിംഗിനകത്ത് ഇറങ്ങണമെങ്കിൽ അത് ദൈവം നിശ്ചയിച്ചേ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം നിശ്ചയിക്കുക ഈ മീറ്റിംഗിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഈ ദൈവ സാന്നിധ്യം ഇറങ്ങണം എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമാണ്. ആ തീരുമാനം വെറുതെ കൈക്കൊള്ളുകയല്ല, നമ്മുടെ ജീവിതത്തെയും പ്രവർത്തികളെയും ഒക്കെ വിലയിരുത്തി നമ്മൾ താഴോട്ട് അത് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവ സാന്നിധ്യത്തെ ഇവരുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം, പലപ്പോഴും നമ്മുടെ കൂട്ടായ്മയിലൊക്കെ ദൈവ സാന്നിധ്യം വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് ആ സാന്നിധ്യം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഹല്ലേലൂയ. ആ സാന്നിധ്യം കൊണ്ട് നമ്മുടെ മെറ്റീരിയൽ തിങ്സ്, ഹല്ലേലൂയ, നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുവാൻ ആ ദൈവ സാന്നിധ്യത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വചനം പറയുന്നു, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ തീരുമാനങ്ങളെ നോക്കും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ചിന്തകളെ വിലയിരുത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ജീവിതത്തെ ഇന്ന് രാത്രികാലം നോക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായിട്ട് വിളിച്ചു പറയുകയാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ. എന്തിനാണ് ദൈവ സാന്നിധ്യം? എന്തിനാണ് കൂട്ടായ്മയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്? ഇതിന്റെ പിന്നിലെ നമ്മുടെ ഉദ്ദേശം എന്താണ്? ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള ചിന്തയാണോ, അതോ ഏതെങ്കിലും ഭൗതിക നേട്ടങ്ങൾ ഇനിയും നേടണം എന്നുള്ള ആഗ്രഹമാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ ഇതൊക്കെ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഈ ദിവസങ്ങളില് ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങൾ വാഞ്ചിക്കുവാൻ ഇടവരണം. ദൈവിക പ്രവൃത്തി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലൂടെ ഭൂമിയിലേക്ക് വെളിപ്പെടുവാൻ നമ്മൾ വാഞ്ചിക്കുന്നവരായി തീരണം. സ്വർഗത്തിൽ ദൈവം എന്തോ ആഗ്രഹിക്കുന്നു, അത് ഈ ഭൂമിയിൽ എന്നിലൂടെ, എന്റെ കുടുംബത്തിലൂടെ, എന്റെ തലമുറയിലൂടെ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുവാൻ നമുക്കിടവരണം. അത് നമ്മുടെ കഴിവ് കൊണ്ട് സാധ്യമല്ല, അത് നമ്മുടെ ശക്തി കൊണ്ട് സാധ്യമല്ല. അതിന് നമുക്ക് എന്ത് വേണം? ദൈവത്തിന്റെ സാന്നിധ്യം വേണം. അതാണ് യേശു കർത്താവ് പറയുന്നത്, യെരൂശലേം വിട്ടു പോകരുത്. ആമേൻ. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കത്തക്ക നിലകളിൽ യെരൂശലേമിൽ നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു വേണ്ടി? ഈ സാന്നിധ്യം ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ശക്തി ലഭിക്കത്തുള്ളൂ. ശക്തി എന്തിനാ ലഭിക്കുന്നത്? ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ഇന്ന് രാത്രികാലം വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ചിന്തകളെ ഒക്കെ ഒന്ന് വിലയിരുത്തുകയാ. എന്താണ് ഈ സാന്നിധ്യം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇതുവരെ ഈ സാന്നിധ്യം കൊണ്ട് നമ്മൾ എന്താണ് നേടിയത്? നമ്മുടെ ആത്മീയ ജീവിതത്തെ ദൃഢപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക, നിത്യതയെ ഹല്ലേലൂയ സുരക്ഷിതമാക്കുവാൻ ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആത്മീയ വിടുതലുകൾ നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യത്തിന്റെ നടുവിലിരിക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എന്റെ ആത്മീയ ജീവിതത്തെ ഒന്ന് ശക്തിപ്പെടുത്തണം, എന്റെ വിശ്വാസ ജീവിതത്തെ ഒന്ന് ശക്തിപ്പെടുത്തണം, ആത്മാവിന്റെ അധികാരം എന്നിലേക്ക് പകരണം. പ്രൈസ് ദി ലോർഡ്. ആ നിത്യതയെ കുറിച്ചുള്ള വെളിച്ചം എന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്ന് പ്രത്യാശയുള്ളവനാക്കി എന്നെ തീർക്കണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവരെന്തുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവരുടെ ആലോചനകളാണ് ഇവര് നിവർത്തീകരിക്കുന്നത്. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി ഇവർ കാതോർക്കുന്നില്ല.
ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നില്ല. ആമേ പ്രൈസ്. അവര് പല ആലോചനകള് മുമ്പോട്ട് കൊണ്ടുവന്ന് നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുവേണ്ടി അവർ ചെയ്യുന്നത് എന്താണ്? ശിലോവിൽ ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നിട്ട്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെന്നിട്ട് നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് വന്ന് എവിടെ വെക്കുകയാണ്? പാളയത്തിനകത്ത് വെക്കുകയാ. എന്തിനു വേണ്ടി വെക്കുകയാ? ശത്രുവിന്റെ നടുവിൽ നമുക്ക് വിജയമുണ്ടാകുമെന്ന് പറഞ്ഞു വെക്കുകയാ. അവരുടെ തീരുമാനം അവരുടെ മാത്രം തീരുമാനമായിരുന്നത് കൊണ്ട് അവിടെ ദൈവം പ്രസാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് നമ്പേഴ്സ് പ്രൈസ് ദി ലോർഡ് സംഖ്യാപുസ്തകം 4-ാം അധ്യായം അതിന്റെ 5, 6 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 5, 6 വേദഭാഗങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വന്ന് തിരശ്ശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപ്പെട്ടകം മൂടണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, ഈ നിയമപ്പെട്ടകത്തെ എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാളയം യാത്ര പുറപ്പെടുമ്പോ അഹരോനും പുത്രന്മാരും എന്ത് ചെയ്യണം? വന്ന് തിരശ്ശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപ്പെട്ടകത്തെ എന്ത് ചെയ്യണം? മൂടണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ സാക്ഷ്യപ്പെട്ടകത്തെ കവർ ചെയ്തുകൊണ്ട് വേണം ഹല്ലേലൂയ അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്നാല് ഇവിടെ നമുക്ക് അവർ ആ സാക്ഷ്യപ്പെട്ടകത്തെ കവർ ചെയ്തതായിട്ടൊന്നും കാണുവാൻ കഴിയുന്നില്ല. അപ്പൊ നോക്കുക, അവരുടെ ഇഷ്ടപ്രകാരം അവരൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവര് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെ ഒക്കെ ഓരോന്നോരോന്നായി തെറ്റിച്ചിട്ടാണ് അവർക്കൊരു വിജയം ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വചനം ശക്തമായി നമ്മളോട് പറയുമ്പോ നമ്മുടെ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആലോചന ഇങ്ങനെ ചോദിക്കുകയാ. ഇന്നലകളിൽ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലേക്ക് വെളിപ്പെടുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ആ സാന്നിധ്യത്തിന്റെ നടുവില് നമ്മൾ എങ്ങനെ ബഹുമാനം കൊടുക്കുവാൻ ഇടവന്നു, അതിനെ എങ്ങനെ സമീപിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും കൂട്ടായ്മകളിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ വളരെ ലാഘവത്തോടെ ഇരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ്. ഇവിടെ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് പോലും ചിന്തിക്കാതെ ഹല്ലേലൂയ ലോകപ്രകാരമുള്ള തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന പിള്ളേരെയൊക്കെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിന് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുത്തേ മതിയാകത്തുള്ളൂ എന്നുള്ളത് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. ഒരു പരീക്ഷൻ യേശു കർത്താവിനെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ഭവനത്തില് യേശു കർത്താവ് ആയിരിക്കുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ വന്നിട്ട് കണ്ണുനീരോടെ അവന്റെ കാൽപാദങ്ങളെ നനയ്ക്കുകയും പ്രൈസ് ദി ലോർഡ് അവളുടെ മുടി കൊണ്ട് ആ കാൽപാദങ്ങൾ തോർത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ആ കാൽപാദങ്ങളെ ചുംബിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. വിലപിടിപ്പുള്ള ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സ്വച്ഛ ജഡമാംസി തൈലം ഹല്ലേലൂയ അവന്റെ കാൽപാദങ്ങളിലേക്ക് ഒഴിക്കുകയും അങ്ങനെ വലിയ ആരാധന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് മറുവശത്ത് യേശു കർത്താവിനെ ഭവനത്തെ ക്ഷണിച്ച പരീക്ഷ ഹൃദയത്തിൽ പറയുക, ഇവൻ ഒരു ദൈവപുരുഷനായിരുന്നുവെങ്കിൽ ഇവൾ ഒരു പാപിനിയായ സ്ത്രീയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞേനെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ ഭവനത്തിൽ വന്നു നീ എനിക്ക് തരേണ്ട ബഹുമാനം തന്നില്ല. ഹല്ലേലൂയ. നീ എന്നെ ആലിംഗനം ചെയ്തില്ല, നീ എന്റെ കാലിന് വെള്ളമൊഴിച്ച് തന്നില്ല. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ ചുംബിച്ചില്ല. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ എന്നെ നിന്റെ ഭവനത്തിലേക്ക് വിളിച്ചുവെങ്കിലോ എനിക്ക് തരേണ്ട ബഹുമാനം ഒന്നും നീ തന്നില്ല. എന്നാൽ ഇവള് വന്ന നിമിഷം തൊട്ട് കണ്ണുനീരോടുകൂടെ എന്റെ കാൽപാദങ്ങളെ നനയ്ക്കുകയാ, തലമുടി കൊണ്ട് എന്റെ കാൽപാദങ്ങൾ തുടയ്ക്കുകയാ, എന്നെ ചുംബനം ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കാൽപാദങ്ങളിൽ വിലവെടുപ്പുള്ള പ്രൈസ് ദി ലോർഡ്. ആ വിലവെടുപ്പുള്ള പ്രൈസ് ദി ലോർഡ് സ്വച്ഛ ജഡമാംസി
കർദാസി തൈലം അവള് തളിക്കുകയാ. പ്രൈസലോ. ഇന്ന് രാത്രികാലം വചനം ശക്തമായിട്ട് നമ്മളോട് ചോദിക്കുകയാ, ദൈവമക്കളെ, ഇന്നലകളിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച, ദൈവമേ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരണമേ എന്ന്. പ്രൈസലോ. എന്നാൽ ആ സാന്നിധ്യത്തിന് നടുവില് അവന് കൊടുക്കേണ്ട ബഹുമാനം എത്ര പേർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ വിലയിരുത്തണം. എന്താണ് പരാജയത്തിന്റെ കാരണം? സാന്നിധ്യത്തിന്റെ നടുവില് കൊടുക്കേണ്ട ബഹുമാനം നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞുവോ? ദൈവത്തിന്റെ ആലോചന കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? ഹല്ലേലൂയ. വചനത്തിന്റെ വ്യവസ്ഥകൾ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ദൈവ സാന്നിധ്യത്തെ നമ്മുടെ ഹല്ലേലൂയ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച ജീവിത സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഏറ്റുപറയേണ്ട വിഷയങ്ങളെ ഏറ്റുപറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായിട്ട് സംസാരിക്കുകയാണ്. നമ്മൾ ഏത് ഭവനത്തിൽ ഇരുന്നാലും ആത്മാർത്ഥമായി ദൈവത്തോട് കരയണം. ദൈവമേ, ഇന്നലകളിൽ ആ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇന്നലകളിൽ കർത്താവേ, ഹല്ലേലൂയ, ആ സാന്നിധ്യം കേവലം ഒരു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച അവസ്ഥകൾ എന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാ. എന്റെ ആത്മീയ ജീവിതത്തെ ഒന്ന് ശക്തീകരിക്കണമേ, എന്റെ വിശ്വാസ ജീവിതത്തെ ഒന്ന് ശക്തീകരിക്കണമേ, എന്നെ പ്രത്യാശയുള്ളവനാക്കി തീർക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നദ്ധിയില് ദൈവമക്കളെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുകയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മൾ ആ വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോ ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. 4-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ ജനം ശീലോവിലേക്ക് ആളയച്ചു. അവർ കെരൂബുകളുടെ മധ്യ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തോട് കൂടെ ഉണ്ടായിരുന്നു. പ്രൈസലോ. ഹല്ലേലൂയ. ആരാണ് ഈ നിയമപ്പെട്ടകത്തെ കൊണ്ടുവരുവാൻ മുൻപത്തി നിൽക്കുന്നത്? ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും. പ്രൈസലോ. തിരുവചനം വായിച്ചു നോക്കിയാട്ടെ. 1 ശമൂവേൽ 2-ാം അധ്യായം അതിന്റെ 12 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഈ ഹല്ലേലൂയ സഹോദരങ്ങൾക്ക് വന്ന പരാജയം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12-ാമത്തെ വാക്യത്തിനകത്ത്, എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലിയരോടും അവരങ്ങനെ ചെയ്യും. മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോട് പുരോഹിതന് വറുപ്പാൻ മാംസം തരിക എന്ന് പറയും. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ ആലയത്തിനകത്ത് പ്രൈസലോ ശുശ്രൂഷ ചെയ്യേണ്ട ഈ തലമുറ എന്തു ചെയ്യുകയാണ്? ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായിട്ടുള്ള പ്രവർത്തികള് ആലയത്തിനകത്ത് ചെയ്യുക. പ്രൈസലോ. എന്നാല് ഏലി പുരോഹിതന് ഈ തലമുറകളെ ആ സമയത്തൊന്നും വിലക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ തെറ്റ് അവര് ചെയ്യുമ്പോൾ ആ തെറ്റിനെ ശാസിക്കുവാൻ താൻ തയ്യാറാകാതിരുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുകയാ? ദൈവിക വിഷയം കൈകാര്യം ചെയ്യേണ്ട ഇവര് പാപം ചെയ്യുന്നതായിട്ട് നമുക്ക് വചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. ശമൂവേല് ദൈവ ശബ്ദം കേൾക്കുമ്പോൾ ശമൂവേലിനോട് വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്. പ്രൈസലോ. ഏലിയുടെ ഈ തലമുറയ്ക്ക് എന്ത് ന്യായവിധി വരുമെന്ന് വളരെ വ്യക്തമായിട്ട് ശമൂവേലിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രൈസലോ. ദൈവമക്കളെ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. യഹോവയുടെ നിയമപ്പെട്ടകം ആരാണ് എടുക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുന്നത്? ഈ ഹൊഫ്നിയും ഫിനെഹാസും. പ്രൈസലോ. ഇവരാരാണ്? ദൈവത്തിന്റെ ന്യായവിധി കാത്തു കിടക്കുന്നവര്. ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചവര്. ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകളെ പ്രൈസലോ നഷ്ടപ്പെടുത്തിയവര്. പ്രൈസലോ ആലയത്തിനകത്ത് പാപം ചെയ്തവരാണ്. പ്രൈസലോ. അവരാണ് നിയമപ്പെട്ടകത്തെ ദൈവ സാന്നിധ്യത്തെ എടുത്തുകൊണ്ട് പാളയത്തിലേക്ക് കടന്നു വരുവാൻ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇന്ന് രാത്രികാലം വചനം നമ്മളോട് പറയുക, സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങിയാൽ ഞാൻ വിശ്വസിക്കുന്നു ആ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാ. അത് നമുക്ക് വിടുതല. പ്രൈസലോ. ഹല്ലേലൂയ. അത് നമ്മെ ശക്തീകരിക്കും, അത് നമ്മളെ ബലപ്പെടുത്തും. എന്നാൽ ഈ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ
പ്രാപിക്കണമെങ്കിൽ എന്റെ ജീവിതത്തിനകത്ത് കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഏറ്റുപറയണം, പ്രൈസലോ, ഞാനത് ഉപേക്ഷിക്കണം, പ്രൈസലോ. എങ്കിൽ മാത്രമേ ആ സാന്നിധ്യം എനിക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടവരത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. ആമേൻ. ഈ വചനം ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് ദൈവ സാന്നിധ്യം അനുഗ്രഹമാ, ദൈവ സാന്നിധ്യം വിടുതല, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാര് ഒരു മുറിക്കകത്ത് അടയ്ക്കപ്പെട്ടവരായി ഇരിക്കുമ്പോൾ, സ്വയം വിധി പറഞ്ഞിരിക്കുമ്പോൾ എല്ലാം അവസാനിച്ചു, ഇനി അടുത്തത് നമ്മുടെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടും എന്ന് ചിന്തിച്ചിരിക്കുമ്പോ ആമേൻ, ആ മുറിക്കകത്ത് കടന്നു വന്ന കർത്താവ് അവരോട് പറയുക, നിങ്ങൾക്ക് സമാധാനം, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ആ സാന്നിധ്യം എവിടെ വന്നോ അവിടെ സമാധാനമുണ്ടായി, പ്രൈസ് ലോർഡ്. ആമേൻ. അവരതുവരെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. എന്നാൽ ആ സാന്നിധ്യം അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ട് അവന്റെ കൈകാലുകൾ കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് ആമേൻ, അവർക്കൊരു ഉറപ്പ് കൊടുക്കുക. എന്ത്? ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാ, അവരിൽ നിന്ന് മേടിച്ച് ഭക്ഷിക്കുകയാ. ആമേൻ. ഇന്നലകളിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത വചനം ആമേൻ തിരിച്ചറിയുവാൻ അവരുടെ അകക്കണ്ണുകളെ തുറക്കുകയാ, പ്രൈസ് ലോർഡ്. അപ്പൊ നോക്കിക്കേ, ഈ സാന്നിധ്യം സമാധാനം മാത്രമല്ല കൊടുത്തത്, ഈ സാന്നിധ്യം അവർക്ക് ആമേൻ ഒരു വലിയ ഉറപ്പ് കൊടുത്തു. എന്താ ഉറപ്പ്? യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ്, പ്രൈസ് ലോർഡ്. അവിടം കൊണ്ട് തീരുന്നില്ല. ആമേൻ. യേശു കർത്താവ് പറയുക, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കും, പ്രൈസ് ലോർഡ്. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞ് അവരുടെ മുകളിലേക്ക് ഊതുകയാ, പ്രൈസ് ലോർഡ്. അപ്പൊ നോക്കുക, അധികാരം അവർക്ക് കൊടുക്കുകയാ, പ്രൈസ് ലോർഡ്. അങ്ങനെ ആ സാന്നിധ്യം അവരുടെ നടുവിൽ ഇറങ്ങിയപ്പോൾ ആമേൻ അവരെ ദൗത്യത്തിന് വേണ്ടി ശക്തീകരിക്കുകയോ ബലപ്പെടുത്തുകയോ അകത്തളങ്ങളിൽ ഒതുങ്ങിയിരുന്നവരെ ദൈവിക പദ്ധതികളിലേക്ക് ആമേൻ കർത്താവ് കരം പിടിച്ചുയർത്തുകയാ. ആമേൻ. വചനം വ്യക്തമായി പറയുക, ഇന്ന് രാത്രിക്കാൽ ഈ സാന്നിധ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങിയാൽ അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം തരും, പ്രൈസ് ലോർഡ്. ആമേൻ. ഈ സാന്നിധ്യം ഇറങ്ങിയാൽ ഇത് നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ഒരു ഉറപ്പ് തരും, പ്രൈസ് ലോർഡ്. ഈ സാന്നിധ്യം നമ്മുടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിയാൽ ആമേൻ ഇന്ന് രാത്രികാല നമ്മുടെ ദൗത്യം എന്താണെന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരും, പ്രൈസ് ലോർഡ്. അപ്പൊ സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഗ്രഹമാ, സാന്നിധ്യം നമുക്ക് വിടുതല. എന്നാൽ സാന്നിധ്യം അനുഭവിക്കേണ്ട ഞാന് എന്നെ തന്നെ ക്രമീകരിച്ചില്ലെങ്കിൽ, എന്റെ ഇന്നലകളിൽ വന്നുപോയ പരാജയങ്ങൾ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ ആ സാന്നിധ്യം എനിക്ക് അനുഗ്രഹമായി തീരത്തില്ല. ഒഫ്നിയും ഫിനഹാസും ആമേൻ നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് ആമേൻ പാളയത്തിലേക്ക് പോകുന്നത്. എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് താഴോട്ട് കാണുവാൻ കഴിയുന്നത്, നിയമപ്പെട്ടകം പാളയത്തിനകത്ത് എത്തിയിട്ട് ആമേൻ ഇവർക്ക് ആമേൻ ആഗ്രഹിച്ചതുപോലെ ഒരു വിജയത്തെ കാണുവാൻ കഴിഞ്ഞില്ല. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം വിജയം തരത്തില്ലയോ? എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ആമേൻ നമ്മളെ വിടുവിക്കത്തില്ലയോ? എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ അനുഗ്രഹിക്കത്തില്ലയോ? നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും, വിടുവിക്കും, പ്രൈസ് ലോർഡ്. നമ്മളെ ഹല്ലേലൂയ വർദ്ധിപ്പിക്കും, പ്രൈസ് ലോർഡ്. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് ശുഭകരമായ സാഹചര്യം ജീവിതത്തിനകത്ത് നൽകി തരും, പ്രൈസ് ലോർഡ്. എന്നാൽ വചനം വ്യക്തമായിട്ട് പറയുക, ആ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക് നമ്മൾ മടങ്ങി വരണം, പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം, പ്രൈസ് ലോർഡ്. ആമേൻ. നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടവരണം, പ്രൈസ് ലോർഡ്. ആമേൻ. ഇന്നലകളിൽ ദൈവ സാന്നിധ്യത്തെ നമ്മൾ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയണം, ദൈവമേ നിന്റെ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം എനിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ല, ഹല്ലേലൂയ. ആമേൻ. ഏറ്റുപറയേണ്ട വിഷയങ്ങൾ ഏറ്റുപറയണം, ഹല്ലേലൂയ. അതുമാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് വരുത്തേണ്ട ശുദ്ധീകരണങ്ങള് ആമേൻ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടെ ഇന്ന് രാത്രികാലം ആ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തോട് അടുത്തു വരുവാൻ നമുക്ക് ഇടവരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ സാന്നിധ്യം നമുക്കൊരു അനുഗ്രഹമായി തീരുമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ പെട്ടകം ആമേ പാളയത്തിലേക്ക് വന്നപ്പോ ഒരു വലിയ ആർപ്പിന്റെ സ്വരമാ, പ്രൈസ് ലോർഡ്. ഇസ്രായേലെല്ലാം ഒരുമിച്ച് ആർപ്പിടുകയാണ്. കാരണം എന്താ? ഇവരുടെ ചിന്ത ഈ പെട്ടകം ആമേ പ്രൈസ് ലോർഡ് ആമേ പാളയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആമേ നമുക്കൊരു വിജയമുണ്ടെന്ന് പറഞ്ഞ് അവർ ആർപ്പിടുകയാണ്, പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പല കൂട്ടായ്മയ്ക്കകത്ത് ആമേൻ ആർപ്പിന്റെ സ്വരമുണ്ട്, ആരാധനയുടെ ശബ്ദമുണ്ട്, ആമേ കൈകൊട്ടോട്ട് പാട്ടുണ്ട്, ഹല്ലേലൂയ. ആമേ പ്രൈസ് ലോർഡ്. ഇൻസ്ട്രുമെന്റുകളുടെ താളങ്ങളുണ്ട്, പ്രൈസ് ലോർഡ്. ആമേ ജനമെല്ലാം ഉച്ചത്തിൽ ശബ്ദം വെക്കാറുണ്ട്, പ്രൈസ് ലോർഡ്. എന്നാൽ ആമേ പലപ്പോഴും ആമേൻ അങ്ങനെയുള്ള ശബ്ദകോലാഹലങ്ങൾ ഒരു വശത്ത് നടക്കുന്നുവെങ്കിലും ആഗ്രഹിക്കുന്നത് പോലെയുള്ള വിടുതലുകൾ ആലയത്തിന്റെ
ദൈവജനത്തിനകത്ത് ദൈവജനത്തിന് നടുവിലേക്ക് ഇറങ്ങി വരുന്നില്ല. കാരണം എന്താണ്? കേവല ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല. മറിച്ച് ദൈവം പ്രസാദിക്കണമെങ്കിൽ വ്യവസ്ഥ പ്രകാരം നിയമപ്പെട്ടകം നമ്മുടെ മധ്യത്തിങ്കൽ കടന്നു വരണമെന്ന് തിരുവചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, അവര് ആർപ്പിട്ടു, അവര് ദൈവത്തെ ആസ്വദിക്കുന്നത്, അവര് സന്തോഷിക്കുകയും. എന്നാൽ ആമേൻ, ഈ ആർപ്പ് എപ്പോഴും അനുഗ്രഹമായി തീരേണ്ടത്, ആരാധന എപ്പോഴും നമുക്കൊരു വിടുതലായി തീരേണ്ടതല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവര് പ്രതീക്ഷിച്ചതുപോലെ ഈ ആരാധന അവർക്കൊരു വിടുതലായി തീർന്നില്ല. ഈ ആർപ്പിന്റെ ശബ്ദം അങ്ങോട്ട് ഉയർന്നപ്പോൾ ഫെലിസ്ത്യർ ഈ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. ആമേൻ. ഫെലിസ്ത്യർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ഇസ്രായേലിന്റെ പാളയത്തിൽ ആര് വന്നു? ദൈവം വന്നു. ഹല്ലേലൂയ. നിയമപ്പെട്ടകം വന്നല്ല. ആമേൻ. ഇസ്രായേലിന്റെ പാളയത്തില് ദൈവം വന്നു. ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഇനി ആര് നമ്മളെ വിടുവിക്കും? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഫെലിസ്ത്യർ പറയുക, ധൈര്യത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യ്, അല്ലെങ്കിൽ ഈ ഇസ്രായേലിന്റെ അടിമപ്പണി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും എന്ന് പറഞ്ഞ് അവരെഴുന്നേറ്റ് യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. 30,000-ഓളം കാലാൽപ്പട അവിടെ ഇസ്രായേലിന്റെ തകർന്നു പോയി. ഇസ്രായേൽ ഒരു വലിയ പരാജയത്തെ കാണുന്നത് ആമേൻ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവമക്കളെ ശ്രദ്ധിച്ചേ. ആമേൻ. നിയമപ്പെട്ടകം വന്നു. വ്യവസ്ഥ പ്രകാരം നിയമപ്പെട്ടകത്തെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ അത് ദൈവ സാന്നിധ്യമായിരുന്നു. ഫെലിസ്ത്യർക്ക് അത് തിരിച്ചറിവുണ്ടായി. അവർ പറയുന്നു, ഇസ്രായേലിന്റെ പാളയത്തിൽ ആര് വന്നു? ദൈവം വന്നു. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ അധ്യായം അതിൽ 7 തൊട്ട് താഴോട്ടുള്ള ഭാഗങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വായിക്കുവാൻ സമയമെടുക്കുന്നില്ല. ആമേൻ. ആര് വന്നു? ദൈവം വന്നു. ഈ ദൈവം വന്നതുകൊണ്ട് ഇസ്രായേലിന് ഒരു വിജയം ഉണ്ടാകുമെന്ന് ഫെലിസ്ത്യരെ മനസ്സിലാക്കിക്കൊണ്ട് ആമേൻ ഫെലിസ്ത്യ ജനത്തോട് പറയുക, സൈന്യത്തോട് പറയുക, നിങ്ങൾ എഴുന്നേറ്റ് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ നാളെ നമ്മൾ അടിമപ്പണി ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ സംഭവിച്ച ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഏലിയുടെ 2 മക്കളായി ഹോഫ്നിയും ആമേൻ ഫിനെഹാസും ഒക്കെ ആമേൻ പട്ടുപോകുവാൻ ഇടവന്നു. ഇസ്രായേല് ഒരു വലിയ പരാജയത്തെ കാണുവാൻ ഇടവന്നു. യുദ്ധകളത്തിൽ നിന്ന് ഒരുവൻ ഓടി, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ കടന്നു പോകുന്ന വഴികളിൽ ജനമെല്ലാം ഇസ്രായേലിനേറ്റ പരാജയത്തെ കുറിച്ച് കേട്ടിട്ട് നിലവിളിക്കുകയാണ്. ഏലിയുടെ അടുക്കല് ഈ വിഷയം എത്തുമ്പോൾ ഏലി ആ വിഷയത്തെ കേട്ടിട്ട് ആമേൻ പ്രൈസ് ദി ലോർഡ് മറിഞ്ഞു വീണ് ആമേൻ മരിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു സാഹചര്യം കടന്നു വരുമ്പോഴാണ് ഏലിയുടെ മരുമകളായിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഫിനെഹാസിന്റെ ഭാര്യയായിരിക്കുന്നവൾ ആമേൻ പ്രസവം അടുത്ത സമയത്ത് ആമേൻ ഈ വിഷയത്തെ കേട്ട് ആമേൻ അവൾ ഒരു മകനെ പ്രസവിക്കുന്നു. എന്ന് ആമേൻ പേരിടുന്നു. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. ഹല്ലേലൂയ. ആമേൻ. നോക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ അവൾ പ്രസവിച്ച മകന് ഇഖാബോത്ത് എന്ന് ആമേൻ പേരിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വളരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയത്? ആമേൻ പ്രമാണത്തിൽ നിന്നില്ല. ഹല്ലേലൂയ. ആമേൻ ദൈവത്തിന്റെ വചനത്തിനകത്ത് നിന്നില്ല. ഹല്ലേലൂയ. ദൈവ ആമേൻ ഹിതപ്രകാരമുള്ള തീരുമാനങ്ങൾ അവർക്ക് കൈക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ദൈവ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പെട്ടകത്തിന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്വയം വിശുദ്ധി ഇല്ലാതെ ആ പെട്ടകത്തെ സമീപിക്കാൻ നിമിത്തമായിട്ട് ഹോഫ്നിയും ഫിനെഹാസും ഒക്കെ പട്ടുപോകുന്ന ഒരു സാഹചര്യം അവിടെ കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. തകർച്ചകളെ കുറിച്ച് പ്രസംഗിക്കുവാനല്ല ഇന്ന് രാത്രികാലം ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഈ തകർച്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു വിജയം കണ്ടെത്തുവാൻ കഴിയോ, എങ്ങനെ ഒരു ആമേൻ വിടുതൽ ജീവിതത്തിനകത്ത് കണ്ടെത്തുവാൻ കഴിയോ, അതിനുവേണ്ടി നമ്മളോട് വചനം പറയുക. ആമേൻ പ്രമാണത്തിനകത്ത് നിൽക്ക്, വചനത്തിനകത്ത് നിൽക്ക്. ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിനകത്ത് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുവാൻ നമ്മൾ കടന്നു പോകരുത്. വെയിറ്റ് ചെയ്യ്. ദൈവസന്നിധി വെയിറ്റ് ചെയ്താൽ ദൈവം നമ്മളോട് സംസാരിക്കുക. ദൈവത്തിന്റെ ശബ്ദത്തിനനുസരിച്ച് മുന്നോട്ട് പോയാൽ വിജയം ഉണ്ടാകുമെന്ന് തിരുവചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ആമേൻ. നമ്മുടെ ആരാധനകള്, നമ്മളെ കൂട്ടായ്മകള് ആമേൻ പ്രൈസ് അതിനെ ലാഘവത്തോടെ കാണരുത്. ആമേൻ പ്രൈസ് ദൈവസന്നിധി നമ്മൾ വന്നിരിക്കുമ്പോ ആമേൻ പ്രൈസ് വെറുതെ സമയം കളയുവാൻ വേണ്ടി വന്നിരിക്കരുത്. ആ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. ഹല്ലേലൂയ. ആ സാന്നിധ്യം ആമേൻ പ്രൈസ് ബിൽഡിങ്ങിനകത്തല്ലെന്ന് നമുക്കറിയാം. ആ സാന്നിധ്യം നമ്മുടെ അകത്ത. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് ആമേൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയണം.
പ്രൈസലോ. ഈ സാന്നിധ്യത്തിന് ബഹുമാനം ലഭിക്കാത്ത ആമേൻ ഒരിടത്തും എന്റെ കാലുകൾ കടന്നു പോകരുത്. ഈ സാന്നിധ്യത്തിന് ബഹുമാനം കിട്ടാത്ത ഒരിടത്ത് എന്റെ ചിന്തകൾ കടന്നു പോകരുത്. ഈ സാന്നിധ്യത്തിന് ബഹുമാനം കിട്ടാത്ത ഒരിടത്ത് ആമേൻ പ്രൈസലോ ആമേൻ എന്റെ കണ്ണുകൾ കടന്നു പോകരുത്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ആ സാന്നിധ്യം വഹിച്ചുകൊണ്ട് ചലിക്കുന്നവരാണ് നാം എന്നുള്ളത് ആമേൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആമേൻ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം നമുക്ക് കൊടുക്കുക. ഇന്ന് രാത്രികാല ഓരോ ദിവസവും നമ്മൾ ദൈവസ്ഥാനത്തിൽ ഇരുന്ന് ചോദിക്കണം, ദൈവമേ എന്റെ ജീവിതത്തിനകത്ത് പരിഹരിക്കേണ്ട കുറവുകൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും തെറ്റ് എന്റെ ജീവിതത്തിൽ നിന്ന് വന്നു പോയിട്ടുണ്ടോ? ആമേ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, ആ തങ്കച്ചോരി എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. കാരണം എന്താ? ആമേൻ അടുത്ത നിമിഷങ്ങളിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കയറേണ്ടവരാ. ദൈവ സാന്നിധ്യത്തിൽ കയറിയാൽ മാത്രമേ ആമേൻ ആത്മീയ ജീവിതത്തിനകത്ത് സമാധാനം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ദൈവ സാന്നിധ്യത്തിൽ കയറിയാൽ മാത്രമേ ആമേൻ പ്രൈസ് ആമേൻ നമുക്ക് ആമേൻ വിശ്വാസ ജീവിതത്തിനകത്ത് ഒരു ഉറപ്പ് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ കയറിയാൽ മാത്രമേ നമ്മുടെ ദൗത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കുറവുകളെ പരിഹരിച്ച ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തേക്ക് നമുക്ക് കയറുവാൻ കഴിയുമെന്ന് വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് പറയുക. ഇവിടെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി, പരാജയം ഉണ്ടായി. ആമേൻ ഹല്ലേലൂയ. അതിനുശേഷം ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ശലോമോൻ ദേവാലയം പണിയുകയാ. ആ ദേവാലയത്തിന് ഡെഡിക്കേഷന്റെ സമയത്ത് ആമേൻ പ്രൈസ് യാഗങ്ങളൊക്കെ അർപ്പിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുകയാ. ആ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ദേവാലയത്തിനകത്ത് ഇറങ്ങി വരികയാ. ശലോമോനോട് പറയുന്നു, ദൈവത്തിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കുറവുകൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ ഈ ദേവാലയത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. ജനം കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ കേൾക്കും, അവർക്ക് മറുപടികൾ ഉണ്ടാകും. പ്രൈസലോ. ദൈവ സാന്നിധ്യം മടങ്ങി വരികയാ. എവിടെ? ദേവാലയത്തിനകത്ത്. എന്തുകൊണ്ട്? ജനം മടങ്ങി വന്നതുകൊണ്ട്, കുറവുകൾ ഏറ്റുപറഞ്ഞതുകൊണ്ട്, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തതുകൊണ്ട് ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാ. പ്രൈസലോ. ആമേൻ. യെരൂശലേമിനെ തകർത്തുകൊണ്ട് നെബൂഖദ്നേസർ ആമേൻ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ, ഭൂതജനത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുവരുമ്പോ വീണ്ടും ഹല്ലേലൂയ ആലയം തകർക്കപ്പെടുകയാ. ദൈവ സാന്നിധ്യം ആമേൻ നീക്കപ്പെടുകയാ. പ്രൈസലോ. ഹല്ലേലൂയ. നോക്കുക, ഇസ്രായേലിന്റെ ചരിത്രത്തിനകത്ത് പലവട്ടം ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരികയും ആ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രൈസലോ. 2 വാക്യങ്ങൾ വായിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാ. എസെക്കിയേൽ പ്രവചനം വായിക്കുമ്പോൾ 8-ാമത്തെ അധ്യായം അതിന്റെ 4 മുതലുള്ള വേദഭാഗം, ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 8 ആമേൻ വേഴ്സസ് 4 ഓൺവേഴ്സ്. പ്രൈസലോ. അവിടെ എഴുതിയിരിക്കുന്നു, അവിടെ ഞാൻ സമഭൂമി കണ്ട ദർശനം പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിന്റെ വാതിലിന്റെ വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാ ബിംബത്തെ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ. ഹല്ലേലൂയ. ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകേണ്ടതിന് ഇസ്രായേലിയ ജനം ചെയ്യുന്ന മഹാമ്ലേച്ഛത തന്നെ. പ്രൈസലോ. എന്താണ് മ്ലേച്ഛത? അവൻ വിഗ്രഹങ്ങളെ സേവിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ആലയം വിട്ടുപോയി എന്ന് അവൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ഇനി എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 43-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 5 വരെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇത് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോ കണ്ട ദർശനം പോലെ തന്നെ. ഈ ദർശനങ്ങൾ കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കവിണ്ണു വീണു. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ. ആലയത്തിൽ നിന്ന് പുറത്തേക്ക് പോയ തേജസ്. എന്തുകൊണ്ട്? മ്ലേച്ഛത നിമിത്തമായിട്ട്, വിഗ്രഹങ്ങൾ സേവിക്കുന്ന നിമിത്തമായിട്ട്. ആമേൻ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 1000 ആണ്ട് വാഴ്ചയില് ആ തേജസ് മടങ്ങി. ഹല്ലേലൂയ. ആലയത്തിനകത്തേക്ക് കടന്നു വരുന്ന ഭാഗമാണ് യെഹെസ്കേൽ പ്രവാചകൻ
പ്രവാചകൻ ദർശിക്കുന്നത്. ഇന്ന് രാത്രികാലം വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ, ഈ സാന്നിധ്യം നമ്മുടെ അകത്തളങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ ആമേൻ അകത്തുള്ള വിഗ്രഹങ്ങളെ പുറത്തു കളയണം. ഹല്ലേലൂയ. എന്താണ് വിഗ്രഹം? ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ദൈവം? പ്രൈസ് ദി ലോർഡ്. നാം എന്തിനെയാണോ അധികം സേവിക്കുന്നത് അതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ നാം എന്തിനെയാണോ അധികം സേവിക്കുന്നത്, സ്നേഹിക്കുന്നത്, അത് നമ്മുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആമേൻ ജീവനുള്ള സത്യ ദൈവത്തിനേക്കാൾ അധികമായിട്ട് എന്തിനെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് വിഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ദൈവ സാന്നിധ്യം എന്നിൽ വസിക്കുവാൻ ആമേൻ വിഗ്രഹത്തെ നീക്കണം. ഹല്ലേലൂയ. മ്ലേച്ഛതയെ മാറ്റണം. അങ്ങനെയാണെങ്കിൽ സാന്നിധ്യം മടങ്ങി വന്ന് നമ്മിൽ അധിവസിക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഈ സാന്നിധ്യം വഹിക്കുന്ന ദൈവ പൈതലെ പരാജയപ്പെട്ടു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. അവർക്ക് ആത്യന്തികമായ ഒരു വിജയം എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സമർപ്പിക്കുക, വചനത്തിന് മുമ്പാകെ ഏൽപ്പിക്കുക. ആമേ പരാജയം എന്താണെന്ന് നമുക്ക് വിലയിരുത്താൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചത് കൊണ്ടാണോ? ദൈവ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടാണോ? തീരുമാനങ്ങൾ നമ്മുടേതായി മാത്രം മാറിപ്പോകുന്നത് കൊണ്ടാണോ? ആമേ പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിനകത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണോ? ഹല്ലേലൂയ. ദൈവമക്കളെ തിരിച്ചറിയുക. ദൈവ സാന്നിധ്യം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.